അപ്പൊ നമ്മൾ ക്വാണ്ടിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്തതുമായി. അടുത്ത പാർട്ട്, നിങ്ങൾ ഏത് ക്വാണ്ടിറ്റി എടുത്താലും നമുക്ക് മെഷർ ചെയ്യാന്ന് പറഞ്ഞു. മെഷർ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് വേണ്ടേ? ഉപകരണം ഇല്ലാതെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? ഇപ്പൊ ലെങ്ത് അളക്കണം, ഒരു എന്താണ്, ഒരു ഈർക്കിൽ വെച്ച് നമുക്ക് അളക്കാൻ പറ്റുമോ? ലെങ്ത് അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റും. ഈർക്കിൽ വെച്ച് അളക്കാം. എന്നിട്ട് ഈർക്കിൽ എന്ത് ചെയ്യണം? ഈർക്കിളിന്റെ ലെങ്തിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം, അല്ലെ? എങ്കിലേ പറ്റുള്ളൂ. പക്ഷെ നമുക്കത് മെനക്കെടേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? സ്കെയിലുണ്ട്. അപ്പൊ ലെങ്ത് അളക്കാൻ സ്കെയിലില്ലേ? സമയം അളക്കാൻ, ടൈം അളക്കാൻ വാച്ചില്ലേ? ഉണ്ടോ? ടൈം ഒരു ക്വാണ്ടിറ്റി ആണോ? ആണ്. അളക്കാൻ പറ്റും. ക്വാണ്ടിറ്റിയാ. മാസ്, ടെമ്പറേച്ചർ, താപനില, പ്രഷർ, മർദ്ദം അളക്കാൻ പറ്റത്തില്ലേ? അങ്ങനെ അളക്കണമെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് വേണ്ടേ? അപ്പൊ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് ദേ ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്ന് വെച്ചാൽ ആ ക്വാണ്ടിറ്റി നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ ഫിസിക്സിലെ ഏതെങ്കിലും നിയമങ്ങൾ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കും. അങ്ങനെയുള്ള ക്വാണ്ടിറ്റി വിളിക്കുന്ന പേരാണെന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്കിങ്ങനെ പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെന്റ് ആൻഡ് ദേ ആർ വെരിഫൈഡ് ബൈ ഫിസിക്കൽ ലോസ്. അപ്പൊ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പൊ നമ്മൾ പറയുന്ന മിക്ക ക്വാണ്ടിറ്റികളും എന്ത് തന്നെയാണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തന്നെയാണ്. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ഫിസിക്കൽ വാട്ട് ആർ ദ നെയിം സം എക്സാമ്പിൾസ് ഫോർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ തോന്നുന്ന ഏത് ക്വാണ്ടിറ്റിയും പറയാം. വെലോസിറ്റി, പ്രവേഗം. വെലോസിറ്റിയുടെ മലയാള വാക്കാണ് പ്രവേഗം. വെലോസിറ്റി ഇറ്റ്സ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. സ്പീഡ്, വേഗത ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതായാലും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? മെഷർ ചെയ്യാൻ കഴിയണം, ആണല്ലോ. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ രണ്ട് വിഭാഗമായി ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. അത് ഏതൊക്കെയാണ്? നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിൽ, എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിൽ 8th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഓർ ബേസ് ക്വാണ്ടിറ്റീസ്. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. ദേ ആർ കാൾഡ്, ഫസ്റ്റ് വൺ ഈസ് കാൾഡ്, ഒന്നാമത്തിന് വിളിക്കുന്ന പേര് എന്തുവാ? ഒന്നാമത്തിന് വിളിക്കുന്ന പേര് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്നും രണ്ടാമത്തേനെ വിളിക്കുന്ന പേര് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നും വിളിക്കും. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് കാൾഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആൻഡ് അതർ ഈസ് ഇതിനെ വിളിക്കുന്ന മറ്റു പേരാണ് ബേസ് ക്വാണ്ടിറ്റീസ്. നമ്മൾ അടിസ്ഥാന അളവുകൾ എന്ന് വിളിക്കും. അടിസ്ഥാന അളവുകൾ, ബേസ് ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പൊ എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഇത് ഈ രണ്ട് ക്വാണ്ടിറ്റികൾ ഏത് തന്നെയാ? ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നെയാണ്. അപ്പൊ എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? ഫണ്ടമെന്റൽ വാക്കെടുത്താൽ വെച്ചേക്ക് ബേസ്, അടിസ്ഥാനം എന്ന് വെച്ചാൽ എന്താ? അടിസ്ഥാന അളവുകൾ. ചില ക്വാണ്ടിറ്റികള് മറ്റുള്ള ക്വാണ്ടിറ്റികൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യത്തില്ല, ആശ്രയിക്കത്തില്ല. ഒരു ക്വാണ്ടിറ്റിയും ആശ്രയിക്കാൻ നിൽക്കുന്ന ക്വാണ്ടിറ്റികൾ വിളിക്കുന്ന പേരാണ് ബേസ് ക്വാണ്ടിറ്റീസ്. പക്ഷേ ഈ ബേസ് ക്വാണ്ടിറ്റികളെ മറ്റുള്ള ക്വാണ്ടിറ്റി, ചില ക്വാണ്ടിറ്റികൾ ആശ്രയിക്കേണ്ടിയും വരും. അങ്ങനെ ആശ്രയിക്കുമെങ്കിൽ ഡിറൈവ്ഡ്. വ്യത്യാസം മനസ്സിലായോ? ഈവൻ ആരെയും ആശ്രയിക്കുന്നില്ല. ഇവൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല, ലഘൂകരിക്കാൻ പറ്റത്തില്ല. വേറെ ഒരു ക്വാണ്ടിറ്റിയായിട്ടും യാതൊരു ബന്ധവുമില്ല. വേറെ ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തുമില്ല. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഇവൻ മെഷർ ചെയ്യണമെങ്കിൽ ആര് വേണം? ഇവൻ അളക്കണമെങ്കിൽ ആര് വേണം? ഇവന്റെ സഹായം വേണം. അതാണ് ഫണ്ടമെന്റൽ ഡിറൈവ്ഡ് നമ്മുടെ വ്യത്യാസം. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് which does not depends on other quantities. മറ്റുള്ള ക്വാണ്ടിറ്റികളെ ആശ്രയിക്കാത്ത ക്വാണ്ടിറ്റികളാണ്, മറ്റുള്ള ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റികളാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ. അതിനെ നമുക്ക് ഒരിക്കലും സിംപ്ലിഫൈ ചെയ്യാൻ, ലഘൂകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി? നേരെ തിരിച്ചു പറഞ്ഞാൽ ആര് ഡിപ്പെൻഡ് ചെയ്യും? ക്വാണ്ടിറ്റീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ആര്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്.
ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളെല്ലാം ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ്സ് എ ഡിഫറൻസ്, ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഇനി നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. സാധാരണ മെക്കാനിക്സിൽ നമ്മൾ 3 ക്വാണ്ടിറ്റികളാണ് ബേസ് ആയിട്ട് എടുത്തേക്കുന്ന 3 ക്വാണ്ടിറ്റികൾ. ഒന്ന് മാസ്, ലെങ്ത്, ടൈം. ഇത് മാത്രമല്ല ഫണ്ടമെന്റൽ, ബാക്കി വരുന്നുണ്ട്, എങ്കിൽ ഞാൻ തുടക്കം പറയുന്നേ ഉള്ളൂ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളായിട്ട് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് 3 ക്വാണ്ടിറ്റികളെയാണ്. ഏതൊക്കെയാ? മാസ്, ലെങ്ത്, ടൈം. എന്ന് വെച്ചാൽ മാസ് വേറെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ലെങ്ത് വേറെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ടൈം വേറെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ക്വാണ്ടിറ്റികൾ വിളിക്കുന്ന പേരാണെന്ത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ മാസ്, ലെങ്ത് ആൻഡ് ടൈം. These 3 are examples for our fundamental quantities. അപ്പോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയോ ആരെ ഡിപ്പെൻഡ് ചെയ്യണം? മാസിനെയോ ലെങ്തിനെയോ ടൈമിനെയോ ഡിപ്പെൻഡ് ചെയ്യണം. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ they are called derived quantities. ഞാനൊരു എക്സാമ്പിൾ പറയണം. നിങ്ങൾ ഏത് ഒരു ക്വാണ്ടിറ്റി പറഞ്ഞാലും അത് ഡിറൈവ്ഡ് ആണെന്ന് ഞാൻ തെളിയിച്ചു തരാം. എങ്ങനെ തെളിയിക്കും? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് സ്പീഡ്, വേഗത കേട്ടില്ലേ? സ്പീഡിനെ നിങ്ങൾ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്? 8ലോ 9ലോ ഒക്കെ നമ്മൾ പഠിച്ചിരുന്ന സ്പീഡ്. അപ്പോഴേ നമ്മൾ എപ്പോഴും പറയുന്ന വാക്കാ സ്പീഡ് എന്ന് പറയുന്നത്. എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്ന സ്പീഡ്. അവന്റെ പോക്ക് കണ്ടില്ല എന്തൊരു സ്പീഡ് എന്ന് നമ്മൾ പറയുന്നത്. അവന്റെ പോക്ക് കണ്ടില്ല എന്തൊരു സ്പീഡിലാവണം, എന്തോ സ്പീഡ്. ആ സ്പീഡ് നമുക്ക് അറിയത്തില്ല, അതിന്റെ സ്പീഡ് നമുക്കറിയാം. ശരിയല്ലേ? അപ്പൊ എന്താ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓരോ സെക്കൻഡിലും പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ്, ദൂരത്തെ വിളിക്കുന്ന പേരാണ് ഏത്? സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡിനെ നിർവചിച്ചേക്കുന്നത് എങ്ങനെയാ? സ്പീഡ് ഈസ് ഈക്വൽ ടു അല്ലെ വേഗത ഈസ് ഈക്വൽ ടു സഞ്ചരിച്ച ദൂരം ബൈ സമയം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. സഞ്ചരിച്ച ദൂരം ബൈ ടൈം. അപ്പൊ ഇത് എഴുതാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. ഓക്കെ ആണല്ലോ? അപ്പൊ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം എന്ന് കിട്ടി. ഇനി നോക്കാം, എന്താ ഡിസ്റ്റൻസ്? സഞ്ചരിച്ച ദൂരം എന്തുവാ? ആ ദൂരം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ വരുന്നതാണോ? ദൂരം അളക്കുന്നത് എന്ത് ലെവലില? ലെങ്തിലല്ലേ? ഞാൻ സഞ്ചരിച്ച ദൂരം, ഞാൻ ഇപ്പം സ്കൂളിൽ നിന്നും അല്ല മടവൂരിൽ നിന്നും പള്ളിക്കൽ വരെ പോയി, സഞ്ചരിച്ച ദൂരം എത്ര? നിങ്ങൾ എത്ര പറയും? മടവൂരും പള്ളിക്കലും നമ്മൾ അകലം എടുക്കും അല്ലേ? അകലം എടുത്തിട്ട് യൂണിറ്റിൽ റെപ്രസെന്റ് ചെയ്യും അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് 2 കിലോമീറ്റർ. അത് ലെങ്ത് ആണോ മാസാണോ ടൈമാണോ? ലെങ്ത് അല്ലേ? അപ്പോ ഇത് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുമ്പോൾ ആരുമായിട്ട് കണക്കടാ? ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയ ലെങ്തുമായിട്ട് കണക്റ്റഡ് ആണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ലെങ്തുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ടൈമോ ആൾറെഡി ഫണ്ടമെന്റൽ അല്ലേ? അപ്പൊ എന്ന് പറയാം ലെങ്ത് ബൈ ടൈം. അപ്പൊ സ്പീഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് ബൈ ടൈം എന്ന് വെച്ചാൽ സ്പീഡ് എന്ന ക്വാണ്ടിറ്റി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പറ, ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ലെങ്തിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ലെങ്ത് ആൻഡ് ടൈം ആർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അപ്പൊ ഇങ്ങനെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് ഏത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പൊ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് which depends on fundamental quantities and can be simplified. വീണ്ടും നമുക്ക് ലഘൂകരിച്ചെടുക്കാൻ പറ്റും. ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഇതിനെ മാസിനെ ലെങ്തിനെ ടൈമിന് ഒരിക്കലും അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, സാറേ സ്പീഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് ബൈ ടൈം ആണ്. സ്പീഡ് ഈസ് ഈക്വൽ ലെങ്ത് ബൈ ടൈം ആണെങ്കിൽ ലെങ്ത് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടൈം എന്ന് എഴുതിക്കൂടെ? ചോദിച്ചൂടെ? നല്ല ചോദ്യമല്ലേ? സ്പീഡ് ഈസ് ഈക്വൽ ലെങ്തിന് ടൈം. സ്പീഡ് സിംഗിൾ ലെങ്തിന് ടൈം ഒന്ന് ആലോചിക്കാൻ എഴുതിയാൽ എന്താ കുഴപ്പം? അപ്പൊ ലെങ്ത് സ്പീഡിനെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? അങ്ങനെ ചിന്തിക്കരുത്. സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആര് വേണം? ലെങ്ത് വേണം. പക്ഷെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണ്ട? സ്പീഡ് വേണ്ട. തിരിച്ചു മറിച്ചൊക്കെ നമുക്ക് എഴുതാം, പക്ഷെ ഒരിക്കലും ആ ഒരു മീനിങ് മാറ്റിക്കളയരുത്. സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ
മസ്റ്റ് ആയിട്ട് ആര് വേണം? ലെങ്ത് വേണം. പക്ഷെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിലോ സ്പീഡ് വേണോ? വേണ്ട. ദാറ്റ്സ് എ ഡിഫറൻസ്. ക്ലിയർ ആയോ? വേറെ ഏത് ക്വാണ്ടിറ്റി എടുത്തോ, ഏത് ക്വാണ്ടിറ്റി എടുത്തോ, ഇപ്പം വർക്ക് എടുക്കണം, വർക്ക്, പ്രവൃത്തി കേട്ടോ, പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നത് എപ്പോഴാണ്? അല്ലെ പ്രവൃത്തി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വർക്കിന്റെ ഡെഫിനിഷൻ എന്തുവാ? നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നൊരു ബലം കൊടുക്കുന്നു, ബലം കൊടുക്കുമ്പോൾ ആ ബലത്തിന്റെ ദിശയിൽ വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടാകണം. ഞാൻ ബലം കൊടുക്കുന്നു, ആ ബലം കൊടുക്കുന്ന ദിശയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ ഈ ബോഡിക്ക് മൂവ്മെന്റ് നടക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഞാൻ വർക്ക് ചെയ്യുന്ന പറയാൻ പറ്റും. ആ വർക്ക് മെഷർ ചെയ്യുന്നത് എങ്ങനെയാ? വർക്ക് മെഷർ ചെയ്യുന്നത് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നോക്കാം, വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് മീൻസ് സ്ഥാനാന്തരം. മലയാളം മീഡിയംകാര് ഈ വാക്കുകൾ വരുമ്പോൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തോളണം. ഡിസ്പ്ലേസ്മെന്റിന്റെ മലയാളം സ്ഥാനാന്തരമാണ്, ഫോഴ്സിന്റെ മലയാളം ബലമാണ്. അപ്പൊ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് എഴുതി. ഇനി ഫോഴ്സ് ഫണ്ടമെന്റലോ ഡിറൈവ്ഡോ? ഇതൊന്നും വരുന്നില്ലല്ലേ, ഡിറൈവ്ഡ് ആയിരിക്കും. ഇനി ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താ ഫോഴ്സ്? ബലം. കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? മാസ് ഇൻടു ആക്സിലേഷൻ, MA. ഫോഴ്സ് F ഇസ് ഈക്വൽ ടു MA പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് എന്ന് പറയുന്നത് F ഇസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ ആണ്. ആക്സിലേഷൻ മലയാളം ത്വരണം. മാസ് ഇൻടു ആക്സിലേഷൻ. ആക്സിലേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ചേഞ്ച് ബൈ ടൈം അല്ലേ? ത്വരണം എന്ന് പറയുന്നത് പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. പ്രവേഗമാറ്റം ബൈ ടൈം ആണ് ത്വരണം. അപ്പൊ പ്രവേഗമാറ്റം എന്ന് പറയുമ്പോൾ പ്രവേഗം തന്നെയല്ലേ? എന്ന് വെച്ചാൽ അത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? അപ്പൊ നോക്കാം, ഫോഴ്സ് എന്ന ക്വാണ്ടിറ്റി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തു, ആ വെലോസിറ്റി ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തു, കൂടെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ എന്തായി? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ എല്ലാം ആയില്ലേ ഫോഴ്സ് പറയുമ്പോഴത്തേക്ക്? ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ? ഫോഴ്സ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല. കാരണം എന്താ? ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാ? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആക്സിലേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആക്സിലേഷൻ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? വെലോസിറ്റിയെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. വെലോസിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡിസ്പ്ലേസ്മെന്റിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ലെങ്ത് അല്ലേ? അപ്പൊ മാസായി, ലെങ്തായി, ടൈമായി. അവിടെ ഫോഴ്സ് ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പൊ വർക്കോ? ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ആൾറെഡി ഡിറൈവ്ഡ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഫണ്ടമെന്റൽ ആണ്. കാരണം ലെങ്ത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ലെങ്തുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ രണ്ട് വിഭാഗമായി ക്ലാസിഫൈ ചെയ്തേക്കുന്നു. ഏതൊക്കെയാ? നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു. അപ്പൊ വാട്ട് ആർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് വാട്ട് ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആകുമ്പോഴത്തേക്ക് ദ ക്വാണ്ടിറ്റീസ് വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ അതർ ക്വാണ്ടിറ്റീസ്. മറ്റുള്ള ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വിളിക്കുന്നത്. ഓക്കെ. എന്നാൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആകുമ്പോഴത്തേക്കോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഫണ്ടമെന്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസ്. അപ്പൊ ബേസ് ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും ആരുടെ വകഭേദങ്ങളാ? ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ രണ്ടാം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ക്ലാസിഫൈഡ് ടു ദേ ആർ ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ്. ആ ക്വാണ്ടിറ്റികൾ എങ്ങനെ? അപ്പൊ ഏത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയാലും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയാലും നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് മസ്റ്റായിട്ട് വേണം. ഏതൊക്കെയാ? ഒന്ന് ന്യൂമറിക്കൽ വാല്യൂ വേണം, രണ്ടാമത്തത് യൂണിറ്റ് വേണം. അപ്പൊ ന്യൂമറിക്കൽ വാല്യൂ യൂണിറ്റും ഇല്ലാതെ നമുക്ക് ഒരു കാരണവശാലും ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധയിൽ വയ്ക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ.